ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അനുഗ്രഹം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുക എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ബഹളമുണ്ടാക്കുവാൻ നമ്മൾ വലിയ മിടുക്കരാണ്. നമ്മുടെ തെറ്റുകളെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളെ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ച് അവരെ അധിക്ഷേപിക്കുവാൻ നമ്മൾ മെനക്കെടാറുണ്ട്. എന്നാൽ ഈശോ ഒരേ ഒരു പ്രാർത്ഥനയെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ പ്രാർത്ഥനയിൽ ഈശോ നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവർ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നീ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നീ ചെയ്തിരിക്കുന്ന തെറ്റുകളും ക്ഷമിക്കും. മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന തെറ്റുകൾ യേശുവിനെ പ്രതി ക്ഷമിച്ചാൽ ഓരോ വ്യക്തിക്കും അനുഗ്രഹം നേടാൻ സാധിക്കും. ഒത്തിരി ബുദ്ധിയോ കഴിവോ ഒന്നും വേണ്ട. രണ്ട് വ്യക്തികൾ പരസ്പരം അറിയത്തേയുള്ളൂ. ഒരാൾ വേറൊരാളെ വേദനിപ്പിച്ചാൽ, ജീവിത പങ്കാളികൾ പരസ്പരം വേദനിപ്പിച്ചാൽ അവിടെ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നാൽ ആ വേദനിപ്പിച്ചതിന് ക്ഷമിച്ചാൽ ആ കുടുംബത്ത് അനുഗ്രഹമുണ്ടാവും. മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം ക്ഷമിച്ചാൽ ആ കുടുംബത്ത് സമാധാനമുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ, ദേശങ്ങൾ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്താൽ യുദ്ധങ്ങൾ ഒഴിവാകാൻ, ഒരു കുടുംബം സമാധാനപൂർണമാകാൻ, സഭ ഐക്യത്തിൽ വളരാൻ, ഇവിടെയെല്ലാം വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ താൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നീ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, മറ്റുള്ളവർ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തോന്നി ആ തെറ്റിനെ ആ വ്യക്തിയോട് നീ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും അനുഗ്രഹത്തിലും ഈ ദൈവവചനം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പരസ്പരം വഴക്കടിക്കുന്നതിനേക്കാൾ നല്ലത് പരസ്പരം ക്ഷമിക്കാം, അനുഗ്രഹങ്ങൾ നേടാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ
എല്ലാവിധ പ്രവൃത്തികളെയും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ക്ഷമിക്കുന്ന വ്യക്തിയായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. വിലയേറിയ സ്വർണം പോലെ ദൈവം നിങ്ങളെ വിലയുള്ളതാക്കി മാറ്റട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.